PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 29 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റുകളിലേക്ക് കിടക്കാം. സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹത്തോടൊപ്പം മറ്റ് മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ അപദ്രവ്യങ്ങളായി ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഇവ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? ലോഹശുദ്ധീകരണം. സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹത്തോടൊപ്പം മറ്റു മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ അപദ്രവ്യങ്ങളായി ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഇവ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? ലോഹശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെയും അതിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവമനുസരിച്ച് ലോഹശുദ്ധീകരണത്തിനുള്ള വിവിധ രീതികൾ ഏതെല്ലാം? ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവമനുസരിച്ച് ലോഹശുദ്ധീകരണത്തിനുള്ള വിവിധ രീതികൾ ഏതെല്ലാം? ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് അശുദ്ധ ലോഹത്തെ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധീകരണ രീതി ഏത്? ഉരുക്കി വേർതിരിക്കൽ. അതായത് ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് അശുദ്ധ ലോഹത്തെ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധീകരണ രീതി ഏത്? ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ രീതിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ടിന്ന്, ലെഡ് എന്നിവ കേട്ടോ. ഉരുക്കി വേർതിരിക്കൽ രീതിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ടിന്ന്, ലെഡ് എന്നിവ. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള രീതി ഏത്? സ്വേദനം. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള രീതി ഏത്? സ്വേദനം. അപദ്രവ്യമടങ്ങിയ ലോഹത്തെ അനുയോജ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പം ഘനീഭവിക്കുമ്പോൾ ശുദ്ധമായ ലോഹം ലഭിക്കുന്നു. ഏത് ലോഹശുദ്ധീകരണ രീതിയാണിത്? സ്വേദനം. അപദ്രവ്യമടങ്ങിയ ലോഹത്തെ അനുയോജ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പം ഘനീഭവിക്കുമ്പോൾ ശുദ്ധമായ ലോഹം ലഭിക്കുന്നു. ഏത് ലോഹശുദ്ധീകരണ രീതിയാണിത്? സ്വേദനം. സ്വേദനം എന്ന രീതിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സ്വേദനം എന്ന രീതിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ സെല്ലിൻ്റെ ആനോഡായും കാഥോഡായും ഉപയോഗിക്കുന്നത് എന്തെല്ലാം? യഥാക്രമം അശുദ്ധ ലോഹവും ശുദ്ധലോഹത്തിൻ്റെ കനം കുറഞ്ഞ കഷ്ണവും. വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ സെല്ലിൻ്റെ ആനോഡായും കാഥോഡായും ഉപയോഗിക്കുന്നത് എന്തെല്ലാം? യഥാക്രമം അശുദ്ധ ലോഹവും ശുദ്ധലോഹത്തിൻ്റെ കനം കുറഞ്ഞ കഷ്ണവും. അതായത് ആനോഡായിട്ട് അശുദ്ധ ലോഹവും കാഥോഡായിട്ട് ശുദ്ധലോഹവും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ബിലായ് സ്റ്റീൽ പ്ലാന്റിലെ ഫർണസ് കേട്ടോ. ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിലായ് സ്റ്റീൽ പ്ലാന്റിൻ്റെ ഫർണസിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി സങ്കര സ്റ്റീലുകൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം കേട്ടോ. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതങ്ങളേവ? ലോഹസങ്കരങ്ങൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതങ്ങളേവ? ലോഹസങ്കരങ്ങൾ. ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്. ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്. സ്റ്റീലിലടങ്ങിയ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, കാർബൺ. സ്റ്റീലിലടങ്ങിയ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, കാർബൺ. സ്റ്റീലിൽ മറ്റ് ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നത് എന്ത്? സങ്കര സ്റ്റീലുകൾ. സ്റ്റീലിൽ മറ്റ് ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നത് എന്ത്? സങ്കര സ്റ്റീലുകൾ. വിവിധ ഇനം സങ്കര സ്റ്റീലുകൾക്ക് ഉദാഹരണങ്ങളേവ? സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്. വിവിധ ഇനം സങ്കര സ്റ്റീലുകൾക്ക് ഉദാഹരണങ്ങളേവ? സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്. ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയടങ്ങിയ സങ്കര സ്റ്റീൽ ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയടങ്ങിയ സങ്കര സ്റ്റീൽ ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹനാശനത്തെ പ്രതിരോധിക്കുന്നതിനാൽ വീട്ടുപകരണങ്ങൾ, ബ്ലേഡുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹനാശനത്തെ പ്രതിരോധിക്കുന്നതിനാൽ വീട്ടുപകരണങ്ങൾ, ബ്ലേഡുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ.
മാംഗനീസ് സ്റ്റീലിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, മാംഗനീസ്, കാർബൺ. മാംഗനീസ് സ്റ്റീലിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, മാംഗനീസ്, കാർബൺ. ഉയർന്ന കാഠിന്യമുള്ള മാംഗനീസ് സ്റ്റീലിൻ്റെ പ്രധാന ഉപയോഗങ്ങളേവ? ഡ്രില്ലുകൾ, സേഫുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകൾ എന്നിവയുടെ നിർമ്മാണം. ഉയർന്ന കാഠിന്യമുള്ള മാംഗനീസ് സ്റ്റീലിൻ്റെ പ്രധാന ഉപയോഗങ്ങളേവ? ഡ്രില്ലുകൾ, സേഫുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകൾ എന്നിവയുടെ നിർമ്മാണം. സിലിക്കൺ സ്റ്റീലിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, സിലിക്കൺ, കാർബൺ. സിലിക്കൺ സ്റ്റീലിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പ്, സിലിക്കൺ, കാർബൺ. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് എന്ത്? സിലിക്കൺ സ്റ്റീൽ കേട്ടോ. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് എന്ത്? സിലിക്കൺ സ്റ്റീൽ. വൈദ്യുതി നഷ്ടം കുറയ്ക്കുന്നതിനാൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ വൈദ്യുതകാന്തിക ഉപകരണങ്ങളുടെ കോറുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? സിലിക്കൺ സ്റ്റീൽ. വൈദ്യുതി നഷ്ടം കുറയ്ക്കുന്നതിനാൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ വൈദ്യുതകാന്തിക ഉപകരണങ്ങളുടെ കോറുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നതെന്ത്? ഇതേ ലോഹത്തിൻ്റെ തന്നെ അനുയോജ്യമായ ലവണ ലായനി. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നതെന്ത്? ഇതേ ലോഹത്തിൻ്റെ തന്നെ അനുയോജ്യമായ ലവണ ലായനി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ശുദ്ധലോഹം വേർതിരിഞ്ഞ് നിക്ഷേപിക്കപ്പെടുന്നത് എവിടെ? കാഥോഡിൽ. വൈദ്യുതി കടത്തിവിടുമ്പോൾ ശുദ്ധലോഹം വേർതിരിഞ്ഞ് നിക്ഷേപിക്കപ്പെടുന്നത് എവിടെ? കാഥോഡിൽ. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കോപ്പർ, സിങ്ക്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കോപ്പർ, സിങ്ക്. ഭൂവൽക്കത്തിൽ ഏകദേശം എത്ര ശതമാനം ഇരുമ്പ് കാണപ്പെടുന്നു? 5%. ഭൂവൽക്കത്തിൽ ഏകദേശം എത്ര ശതമാനം ഇരുമ്പ് കാണപ്പെടുന്നു? 5%. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലുള്ള 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള സ്റ്റീൽ ടവർ ഏത്? ബ്ലാസ്റ്റ് ഫർണസ്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിനുള്ള 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള സ്റ്റീൽ ടവർ ഏത്? ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉൾവശം ആവരണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ഇഷ്ടികകളാൽ. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉൾവശം ആവരണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ഇഷ്ടികകളാൽ. ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചാർജ് എന്ന് വിളിക്കുന്ന മിശ്രിതമേത്? സാന്ദ്രണം ചെയ്ത അയിര്, ചുണ്ണാമ്പുകല്ല്, കോക്ക്. ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചാർജ് എന്ന് വിളിക്കുന്ന മിശ്രിതമേത്? സാന്ദ്രണം ചെയ്ത അയിര്, ചുണ്ണാമ്പുകല്ല്, കോക്ക്. ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനം ഏത്? കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുള്ള ഇരുമ്പയിരിൻ്റെ നിരോക്സീകരണം. ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനം ഏത്? കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുള്ള ഇരുമ്പയിരിൻ്റെ നിരോക്സീകരണം. സാന്ദ്രണ രീതികൾ കൊണ്ട് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇതിനായി ലോഹനിർമ്മാണ ഘട്ടത്തിൽ ചേർക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഫ്ലക്സ്. എന്താണ് ക്വസ്റ്റ്യൻ? സാന്ദ്രണ രീതികൾ കൊണ്ട് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇതിനായി ലോഹനിർമ്മാണ ഘട്ടത്തിൽ ചേർക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഫ്ലക്സ്. ഫ്ലക്സ് ഗ്യാങ്ങുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉരുകിയ രൂപത്തിൻ്റെ വസ്തു ഏത്? സ്ലാഗ്. ഫ്ലക്സ് ഗ്യാങ്ങുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉരുകിയ രൂപത്തിലെ വസ്തു ഏത്? സ്ലാഗ്. ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലക്സായി പ്രവർത്തിക്കുന്നത് എന്ത്? കാൽസ്യം ഓക്സൈഡ്. ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലക്സായി പ്രവർത്തിക്കുന്നത് എന്ത്? കാൽസ്യം ഓക്സൈഡ്. ഇരുമ്പ് നിർമ്മാണത്തിൽ കാൽസ്യം ഓക്സൈഡ് മണലുമായി പ്രവർത്തിച്ച് രൂപപ്പെടുന്ന സ്ലാഗ് ഏത്? ഏതാണ്? കാൽസ്യം സിലിക്കേറ്റ് ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഇരുമ്പ് നിർമ്മാണത്തിൽ കാൽസ്യം ഓക്സൈഡ് മണലുമായി പ്രവർത്തിച്ച് രൂപപ്പെടുന്ന സ്ലാഗ് ഏത്? കാൽസ്യം സിലിക്കേറ്റ്. ഇരുമ്പ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സ്ലാഗിനെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? സിമൻറ്റ് നിർമ്മാണം, റോഡ് നിർമ്മാണത്തിന് കേട്ടോ. അപ്പോൾ ഇരുമ്പ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സ്ലാഗിനെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സിമൻറ്റ് നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനും കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന പിഗ് അയൺ അടിച്ചു പരത്തി വിവിധ ആകൃതികളിലേക്ക് മാറ്റാനോ കമ്പികളാക്കാനോ യോജിച്ചതല്ല. ഇതിൽ നിന്നുണ്ടാകുന്ന ഏത് ഉൽപ്പന്നമാണ് വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? സ്റ്റീൽ അഥവാ ഉരുക്ക്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന പിഗ് അയൺ അടിച്ചു പരത്തി വിവിധ ആകൃതികളിലേക്ക് മാറ്റാനോ കമ്പികളാക്കാനോ യോജിച്ചതല്ല. ഇതിൽ ഉണ്ടാക്കുന്ന ഏത് ഉൽപ്പന്നമാണ് വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? സ്റ്റീൽ അഥവാ ഉരുക്ക്. 0.05% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പ് ഏത്? സ്റ്റീൽ. 0.05% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പ് ഏത്? സ്റ്റീൽ. കാർബണിൻ്റെ അളവിലുള്ള വ്യത്യാസം അനുസരിച്ചുള്ള വിവിധ തരം കാർബൺ സ്റ്റീലുകളേവ? മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. കാർബണിൻ്റെ അളവിലുള്ള വ്യത്യാസം അനുസരിച്ചുള്ള വിവിധ തരം കാർബൺ സ്റ്റീലുകളേവ? മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിലെ എത്ര ശതമാനം വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു? 0.05 മുതൽ 0.2 വരെ. മൈൽഡ് സ്റ്റീലിൽ എത്ര ശതമാനം വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു? 0.05 മുതൽ 0.2 വരെ.
കമ്പിയാക്കാനും തകിടാക്കാനും എളുപ്പമാണ്, കാഠിന്യവും ബലവുമുണ്ട് എന്നീ ഗുണങ്ങളാൽ കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? മൈൽഡ് സ്റ്റീൽ. കമ്പിയാക്കാനും തകിടാക്കാനും എളുപ്പമാണ്, കാഠിന്യവും ബലവുമുണ്ട് എന്നീ ഗുണങ്ങളാൽ കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത്? മൈൽഡ് സ്റ്റീൽ. 0.2 മുതൽ 0.6 വരെ ശതമാനം കാർബൺ അടങ്ങിയ സ്റ്റീലിനമേത്? മീഡിയം സ്റ്റീൽ. 0.2 മുതൽ 0.6 വരെ ശതമാനം കാർബൺ അടങ്ങിയ സ്റ്റീലിനമേത്? മീഡിയം സ്റ്റീൽ. കാഠിന്യം കൂടുതലുള്ള മീഡിയം സ്റ്റീലിൻ്റെ ഉപയോഗങ്ങളേവ? റെയിൽപാളങ്ങൾ, ഹാൻഡ് റെയിലുകൾ, മേൽക്കൂരകൾക്കാവശ്യമായ കഴുക്കോൽ എന്നിവയുടെ നിർമ്മാണത്തിന്. കാഠിന്യം കൂടുതലുള്ള മീഡിയം സ്റ്റീലിൻ്റെ ഉപയോഗങ്ങളേവ? റെയിൽപാളങ്ങൾ, ഹാൻഡ് റെയിലുകൾ, മേൽക്കൂരകൾക്കാവശ്യമായ കഴുക്കോൽ എന്നിവയുടെ നിർമ്മാണത്തിന്. 0.6% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ സ്റ്റീലിനമേത്? ഹൈ കാർബൺ സ്റ്റീൽ. 0.6% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ സ്റ്റീലിനമേത്? ഹൈ കാർബൺ സ്റ്റീൽ. ഇലാസ്തികതയുള്ളതും കാഠിന്യം വളരെ കൂടിയതുമായ സ്റ്റീലിനമേത്? ഹൈ കാർബൺ സ്റ്റീൽ. ഇലാസ്തികതയുള്ളതും കാഠിന്യം വളരെ കൂടിയതുമായ സ്റ്റീലിനമേത്? ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലിൻ്റെ പ്രധാന ഉപയോഗങ്ങളേവ? ശസ്ത്രക്രിയോപകരണങ്ങൾ, സ്പ്രിംഗ്, കത്തി, ഡ്രില്ലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന്. ഹൈ കാർബൺ സ്റ്റീലിൻ്റെ പ്രധാന ഉപയോഗങ്ങളേവ? ശസ്ത്രക്രിയോപകരണങ്ങൾ, സ്പ്രിംഗ്, കത്തി, ഡ്രില്ലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന്. ഇനി കാരിരുമ്പ്, വാർപ്പിരുമ്പ്, അതിനെക്കുറിച്ചുള്ള പോയിന്റുകളാണ്. കാരിരുമ്പ്, വാർപ്പിരുമ്പ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ ഇരുമ്പിൽ 4% കാർബണും ചെറിയ തോതിൽ മറ്റ് മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ എന്നിവയും അടങ്ങിയിരിക്കും. ഇത് എങ്ങനെ അറിയപ്പെടുന്നു? പിഗ് അയൺ അഥവാ കാരിരുമ്പ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ ഇരുമ്പിൽ 4% കാർബണും ചെറിയ തോതിൽ മറ്റു മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ എന്നിവയും അടങ്ങിയിരിക്കും. ഇത് എങ്ങനെ അറിയപ്പെടുന്നു? പിഗ് അയൺ അഥവാ കാരിരുമ്പ്. പിഗ് അയണിലെ അപദ്രവ്യത്തിൻ്റെ ശതമാനം കുറച്ചു കൊണ്ടുവന്നാൽ ലഭിക്കുന്ന ഇരുമ്പിനെ ഇഷ്ടമുള്ള രീതിയിൽ വാർത്തെടുക്കാനാവും. ഇതിനെ എങ്ങനെ വിളിക്കുന്നു? കാസ്റ്റ് അയൺ അഥവാ വാർപ്പിരുമ്പ്. പിഗ് അയണിലെ അപദ്രവ്യത്തിൻ്റെ ശതമാനം കുറച്ചു കൊണ്ടുവന്നാൽ ലഭിക്കുന്ന ഇരുമ്പിനെ ഇഷ്ടമുള്ള രീതിയിൽ വാർത്തെടുക്കാനാവും. ഇതിനെ എങ്ങനെ വിളിക്കുന്നു? കാസ്റ്റ് അയൺ അഥവാ വാർപ്പിരുമ്പ്. കാസ്റ്റ് അയണിലുള്ള കാർബണിൻ്റെ അളവെത്ര? 2% കൂടുതൽ കേട്ടോ. കാസ്റ്റ് അയണിലുള്ള കാർബണിൻ്റെ അളവ് എത്ര? 2% കൂടുതൽ. 0.02% മുതൽ 0.05% വരെ കാർബണും നേരിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിവയും അടങ്ങിയ താരതമ്യേന ശുദ്ധമായ ഇരുമ്പേത്? റോട്ട് അയൺ അഥവാ പച്ചിരുമ്പ്. 0.02% മുതൽ 0.05% വരെ കാർബണും നേരിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിവയും അടങ്ങിയ താരതമ്യേന ശുദ്ധമായ ഇരുമ്പേത്? റോട്ട് അയൺ, പച്ചിരുമ്പ്. റോട്ട് അയൺ അഥവാ പച്ചിരുമ്പ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കാം. ഓക്കെ, താങ്ക്